മുത്തനീസ് നമ്മളെ പെടകം കൊണ്ട് നമ്മൾ നേരെ കോഴിക്കോട്ടേക്കാട്ടോ പോകുന്നത്. സംഭവം എന്താ വെച്ചാൽ കാക്ക് കോൻ്റെ എന്താ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടായിരുന്നു. ഓൻ അവിടെ ഇങ്ങനത്തെ ഹെൽമെറ്റ് ഇങ്ങൾക്ക് ഉണ്ടോ? തലേനെക്കാട്ടും 10 അടി വലിപ്പം ഉണ്ടാവും. സംഭവത്താൽ നമ്മൾ താമരശ്ശേരി നമ്മളെ പയസ്റ്റാൻഡിൽ എത്തി. സത്യം പറഞ്ഞാൽ ഈ ടൗണിലേക്കൊന്നും വണ്ടി പോകുന്ന എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അതിനൊക്കെ നമ്മളെ പ്രൈവറ്റ് ബസ് തന്നെ. അതിൽ പാട്ടും കേട്ട് ഇങ്ങനെ കുത്തിരുന്ന് പോകാൻ വേറൊരു ഫീൽ. എന്തായാലും നമ്മൾ കുറേ നേരത്തെ കാത്തിരിപ്പിന് ഒടുവിൽ നമ്മളെ ബസ് വന്നു. ആരപ്പത് നമ്മളെ ഡിഫൻഡറല്ലേ പോകും. സംഭവം എത്താൻ അറിയില്ല, നല്ല തിരക്കുണ്ടായി കേട്ടോ നമ്മളെ കോഴിക്കോട്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ കോഴിക്കോട് സ്ഥിരം ഉണ്ടാകുന്നതാണല്ലോ. ഇതൊക്കെ അപ്പുറമുള്ള ട്രാഫിക് ഒക്കെ അവിടെ ഉണ്ടാവും. എന്തായാലും നമ്മളിതാക്കുന്ന പുതിയ സ്റ്റാൻഡിൽ എത്തിക്കണം. നമുക്ക് പുതിയ സ്റ്റാൻഡിൽ എല്ലാം ഇറങ്ങണ്ടേ, പാളയത്താട്ട് ഇറങ്ങി. എന്തായാലും അവിടെ നമ്മൾ നേരെ പാളയത്തേക്ക് തന്നെ വിട്ടോ. ബസ് തന്നെ പാളയത്ത് ഇറങ്ങി നേരെ നമ്മൾ SM-ലേക്ക് വിട്ടു. നമ്മളെ മുട്ടയത്തെരുവിൽ പിന്നെ എല്ലാ ടൈമിനും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തിരക്കുണ്ടാവും കേട്ടോ. ഏത് ദിവസവും എല്ലാ ഈ ഒരു സംഭവം കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റിട്ടോ ദിവസമാണ് ഇത്. ഇവിടെയുള്ള വേറെ പ്രത്യേകമായിട്ടുള്ള ഒരു സംഭവം ലൈറ്റും ഈ ഒരു ഫ്രെയിമും കാണുന്ന സംഭവം നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയൊരു ചുമര് മാത്രമായിരിക്കും, പക്ഷേ ഈ ചുമരിന് ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പൊ നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് ചുമരിനോട് കഥയൊന്നും ചോദിച്ചില്ല. നമ്മൾ നേരെ നമ്മളെ മറ്റേ ഈ സ്ക്വയറിലേക്ക് കുറച്ച് സ്ക്വയറിൽ കൂടി ആട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ ആടെ വീടോ പോയി കുത്തിരുന്നു കേട്ടോ. കാക്കിനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഓൻ ഇപ്പോൾ ഒന്നും വരില്ല, കുറെ കഴിയും. എന്താണോ അവന്റെ കുത്തിരിപ്പ് ഇങ്ങോട്ട് എന്തായാലും ഞാൻ കുറെ മാനാഞ്ചേരം കുത്തിരുന്ന് ബോറടിച്ചപ്പോൾ നമ്മൾ നേരെ അവിടെ ഉള്ള ഒരു ബുക്ക് സ്റ്റാളിലേക്ക് വിട്ടോ. മറ്റേ ലൈബ്രറിന്റെ ഒക്കെ താഴത്തെട്ടുള്ള ബുക്ക് സ്റ്റാൾ. പിന്നെ ടൗണിൽ വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് സ്റ്റാളിൽ കയറില്ലെങ്കിൽ നിർബന്ധം. SM ഒക്കെ വരികയാണെങ്കിൽ തോന്നി ഈ ഒരു ലൈബ്രറി തന്നെ ആയിട്ട് കയറില്ല. നമ്മളെ മെയിൻ ലൈബ്രറിന്റെ അടിയിലുള്ള ബുക്ക് സ്റ്റാൾ ആട്ടോ. എന്തായാലും അവിടെ നമ്മൾ ബഷീറിന്റെ അനർഘ നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ ബുക്കും മേടിച്ച് നമ്മൾ നേരെ അങ്ങോട്ട് തന്നെ വിട്ടു. എങ്ങോട്ടെന്നല്ലേ നമ്മളെ സ്ക്വയറിലേക്ക് തന്നെ. അവിടെ എത്തി കുറച്ച് ബുക്ക് വെച്ചപ്പോൾ ആണെങ്കിൽ നല്ല പെരുമയം വരുന്നുണ്ട് കേട്ടോ. കുറെ ആടെ കത്തുന്ന വെച്ചാൽ ലാസ്റ്റ് എന്തായാലും ഓൻ വണ്ടി എടുത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓൻ്റെ ബേഗും കൊടുത്ത് നമ്മളിതാക്കുന്ന പോരാൻ നോക്കട്ടോ. ഞാൻ ഒന്നായിട്ട് നഞ്ഞിക്കണം മയം കൊണ്ട്. എന്തായാലും നമ്മൾ തിരിച്ച് പുറേ പോകുമ്പോൾ നല്ല രീതിക്ക് തന്നെ തിരക്കണ്ടായിരുന്നു. ഏത് തിരക്കിലും ട്രാഫിക്കിലും ഇങ്ങനെ പോകാൻ പറ്റുന്ന വണ്ടിന്റെ അത് ആംബുലൻസ് മാത്രമാണ്. ഫോണിൽ കളിച്ച് ബോറടിച്ചപ്പോൾ നമ്മൾ അവിടെ നമ്മളെ ബുക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കി. എന്തായാലും ബസ് നമ്മൾ കുറച്ച് വെച്ച് അവിടെ വെച്ചേക്കണം കേട്ടോ. ഇനി ഇത് എപ്പോഴും എടുക്കാന്ന് പഠിച്ചോ. മുത്തനീസ് എന്തെങ്കിലും ചലഞ്ച് ആയിട്ട് വരണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആക്കിയേ.